കൈയുടെ ശസ്ത്രക്രിയ ചെയ്യാൻ കൊണ്ടുവന്ന വെറും 4 വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെ നാവറുത്തു. ബൈക്ക് ആക്സിഡന്റിൽ കൈക്ക് പൊട്ടലേറ്റ യുവാവിൻ്റെ കയ്യിൽ കമ്പി മാറിയിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഇതുപോലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത്. വെറും മാസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന യുവതിയെ അവിടുത്തെ ജീവനക്കാരൻ പീഡിപ്പിച്ച വാർത്ത നാം ഏവരും കേട്ടത്. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കത്രിക വെച്ചു മറന്ന സംഭവവും നാം അറിഞ്ഞതാണ്. ആ സ്ത്രീ പിന്നീട് ആ കത്രികയുമായി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയുണ്ടായി. ഈ വാർത്തകളുടെ ഒക്കെ കെട്ടടങ്ങും മുന്നേ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കുപ്രസിദ്ധിയുടെ കൊടുമുടി കയറിയിരിക്കുകയാണ് വീണ്ടും. നമസ്കാരം, പേജ് റോഡിലേക്ക് സ്വാഗതം. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ കയ്യിലെ 6ാമത്തെ വിരൽ നീക്കം ചെയ്യുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയായിരുന്നു. എന്നാൽ കുട്ടിയുടെ നാവിനാണ് ശസ്ത്രക്രിയ ചെയ്തത്. സർജറി എന്നത് കൈയുടെ വിരലിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. എന്നാൽ കുഞ്ഞിൻ്റെ വായിലാണ് സർജറി ചെയ്തിരിക്കുന്നതെന്ന്. എന്നാൽ ഇതിന് പിന്നാലെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം എന്തെന്നാൽ കുട്ടിയുടെ നാവിന് ടങ് ടൈ എന്നൊരവസ്ഥയുണ്ടെന്നും, അഥവാ നാവിന് കെട്ടുള്ള ഒരു അവസ്ഥയുണ്ടെന്നും അതും നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഡോക്ടർ വായുടെ ഉള്ളിൽ സർജറി ചെയ്തതെന്നുമായിരുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട കുട്ടിക്ക് യാതൊരുവിധ മെഡിക്കൽ റെക്കോർഡ്സും ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ വായ്ക്കുള്ളിൽ സർജറി നടത്തുന്ന വിവരം വീട്ടുകാരെ അറിയിക്കേണ്ട ഒരു ചുമതല ആശുപത്രിക്കുണ്ട്. അവിടെയും ആശുപത്രി വീഴ്ച വരുത്തി. അതുപോലെ തന്നെ വീട്ടുകാരുടെ അനുമതി ആശുപത്രി തേടിയിരുന്നില്ല എന്നതും വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെറും 4 വയസ്സുകാരി അരമണിക്കൂർ വ്യത്യാസത്തിൽ 2 പ്രധാന ശസ്ത്രക്രിയകൾക്കാണ് വിധേയയായത്. ഇതിന് പിന്നാലെ ഡോക്ടർ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളോട് മാപ്പ് പറഞ്ഞതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ സംഭവം വഷളായതോടെ മാപ്പ് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ മാറ്റി പറയുകയായിരുന്നു. ഇതിന് പിന്നാലെ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഉയർന്നു വരുന്ന മറ്റൊരു വാർത്തയാണ് ബൈക്ക് അപകടത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ യുവാവിൻ്റെ കയ്യിൽ ഘടിപ്പിച്ചത് തെറ്റായ കമ്പിയെന്ന്. കൊത്തിപ്പാലം സ്വദേശി അജിത്തിനാണ് ഇപ്പോൾ ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു രോഗിയുടെ കയ്യിൽ ഘടിപ്പിക്കേണ്ട റോഡ് തൻ്റെ കൈക്കുള്ളിൽ ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിച്ചെന്നും യുവാവ് പറയുന്നു. എന്നാൽ പിഴവ് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ ശസ്ത്രക്രിയയ്ക്ക് വീണ്ടും വിധേയനാകണമെന്നും യുവാവിനോട് ആവശ്യപ്പെട്ടതായി കുടുംബം അറിയിച്ചു. 2 അജിത്തിനെ പ്രവേശിപ്പിച്ചെങ്കിലും തീവ്ര പരിചരണം ലഭിക്കുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിന് ശേഷം ആശുപത്രി അധികൃതർ തെറ്റുകാരാണെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ACP പ്രേമചന്ദ്രൻ മാധ്യമങ്ങളെ അറിയിച്ചു. വലിയ ആശങ്കയാണ് ഇപ്പോൾ യുവാവിനും കുടുംബത്തിനുമുള്ളത്. ആരോഗ്യ സംവിധാനങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും കേരള മോഡലെന്നും കേരള സ്റ്റൈലെന്നും കേരള നമ്പർ 1 എന്നുമൊക്കെ പാടി പുകഴ്ത്തി നടന്നിരുന്ന നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ ശരിക്കും ഒരു ക്ഷീണം തന്നെയാണ്. ഇതൊക്കെ പരിഹരിക്കുന്നതിനായി നമ്മുടെ ആരോഗ്യ വകുപ്പും വേണ്ട രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.